ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് POCO C40 എന്ന് പറയുന്നൊരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പോക്കോയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം വെച്ചാൽ നമുക്കൊരു 15,000 രൂപ താഴെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് ഒരു 13,000 രൂപയാണ് ഇപ്പം അൺഒഫീഷ്യൽ ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറയുന്നത് 13,000 രൂപയാണ്. അപ്പം ഏതായാലും നോക്കുവാണെങ്കിൽ ഇതൊരു നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 269 ppi ആണ് വരുന്നത്. അതുപോലെ നമുക്കിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരിക്കും വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയിൽ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേയുടെ സൈഡിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു രീതിയിലേക്കായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 680 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ്. 6 നാനോമീറ്റർ ഫാബ്രിക്കേഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മീഡിയം റേഞ്ച് ഗെയിമിംഗ് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 3GB ആണ് ബേസ് മോഡൽ റാം വേരിയൻറ്റ് വരുന്നത്. പിന്നെ 4GB ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ റാം വേരിയൻറ്റ് പോകുന്നത്. വരികയാണെങ്കിൽ ഒരു 6GB വരെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 4GB വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു റാം വേരിയൻറ്റ് വരൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബാക്കി റാം വേരിയൻറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഊഹം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് 32GB ബേസ് സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ 128GB ആണ് ഹൈ എൻഡ് സ്റ്റോറേജ് റേറ്റ് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് SD കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ SD കാർഡ് യൂസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 256GB വരെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പെർഫോമൻസ് സൈഡിൽ നമുക്ക് നോക്കാനുള്ളത്. ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മിഡ് റേഞ്ച് ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളിതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ക്യാമറ പറയുകയാണെങ്കിൽ നമുക്കിതിനകത്ത് വരുന്ന ക്യാമറ എന്ന് പറയുന്നത് 50 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് 2 MB ഒരു ഡെപ്ത് ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഡിജിറ്റൽ സൂം വരുന്നുണ്ട്, ഓട്ടോ ഫ്ലാഷ് വരുന്നുണ്ട്, ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, പിന്നെ ടച്ച് ടു ഫോക്കസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ സാധാരണ ക്യാമറയിലുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ക്യാമറ സെറ്റിംഗ്സിലും വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് 1080p ആൻഡ് 30 FPS ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 5 MB ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമുക്കിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p ആൻഡ് 30 FPS ആണ്. അപ്പം ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p ആൻഡ് 30 FPS ആണ്. ഒരു മിഡ് റേഞ്ച് ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്യാമറയുടെ സൈഡിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ ബാറ്ററിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. 6000 mAh ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നിട്ടുണ്ട്. അപ്പം ബാറ്ററിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള കാര്യമാണ് POCO ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ലെവലിൽ ഒരു ബാറ്ററി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ C ടൈപ്പാണ് USB വരുന്നത്. അതിപ്പം പുതിയ മോഡലിൽ എല്ലാ മോഡലുകളിലും C ടൈപ്പാണ് വരുന്നത്. പിന്നെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ബോക്സിലുണ്ടാവും, നിങ്ങൾ പേടിക്കേണ്ട. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ്വർക്ക് ആൻഡ് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ഡ്യുവൽ സിം സപ്പോർട്ടറാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ 4G ആണ് വരുന്നത്, 5G അല്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വെർഷനാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ആൻഡ് കണക്ടിവിറ്റി വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ലൗഡ് സ്പീക്കർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഉള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് സ്പെസിഫിക്കേഷൻ വൈസ് ഒക്കെ പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഒപ്പീനിയനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 15,000 രൂപ താഴെയാണ് വരുന്നതെങ്കിൽ നല്ലൊരു ഡീലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഡീലാണ് കിട്ടുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ഈ ഒരു പ്രൈസിൽ IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 5G വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനകത്തൊന്നും ചിപ്സെറ്റാണ്. Snapdragon 680 എന്ന് പറയുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് 4G ചിപ്സെറ്റാണ്. അപ്പോൾ 5G സപ്പോർട്ടഡ് അല്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു 680 എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയുള്ള സ്മാർട്ട് ഫോണുകളിലൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു 680 എന്ന് പറയുന്ന ചിപ്സെറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ വരുന്നുണ്ട്. അതായത് 6000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് ചാർജ് ചെയ്യാനായിട്ട് ഒരു 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റർ ആ ബോക്സിനോട് വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് Android 11 ആണ് കൊണ്ടുവരുന്നത്. ഇവർക്ക് 12 കൊണ്ടുവരാമായിരുന്നു. പക്ഷേ എന്നാലും ഈ Xiaomi അതുപോലെ ചില ബ്രാൻഡുകൾ ഇപ്പോഴും Android 11 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് 12 കൊണ്ടുവരാം, ബട്ട്
11 ആണ് അവർ കൊണ്ടുവരുന്നത്. എന്താണെന്ന് അറിയാൻ പാടില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കൊരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ഒരു പോക്കോ C40 കുറിച്ച് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഒപ്പീനിയനൊക്കെ എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നുള്ളതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.